ഓം അമൃതേശ്വരി നമഃ. ഭഗവത്ഗീതയിൽ അർജുനൻ്റെ വിഷാദം എങ്ങനെ യോഗമായി? ഇതാണ് ഇന്നത്തെ വിഷയം. ഭഗവത്ഗീതയുടെ സാരം തന്നെ വിഷാദത്തെ എങ്ങനെ യോഗമാക്കാം എന്നുള്ളതാണ്. ശ്രീകൃഷ്ണൻ തെളിക്കുന്ന അർജുനൻ്റെ രഥം രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടു നിർത്തുമ്പോൾ വ്യാസഭഗവാൻ മനുഷ്യ മനസ്സിൻ്റെ രണ്ട് വശങ്ങളെയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ കാര്യം മാത്രം എന്ന സ്വാർത്ഥതയുടെ ചട്ടക്കൂടിൽ നിന്ന് ചിന്തിക്കുന്ന ദുര്യോധനൻ്റെ പക്ഷം, താൻ എന്ന പരിധിയുടെ അപ്പുറത്തേക്ക് കൂടി നോക്കാൻ തയ്യാറാകുന്ന മനസ്സിൻ്റെ പ്രതീകമായ അർജുനൻ്റെ മറുപക്ഷം. ഇത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ നടക്കുന്ന മഥനമാണ്. ഈ ധർമ്മചിന്തയും അധർമ്മചിന്തയും തമ്മിലുള്ള വടംവലിയിൽ പല സാഹചര്യങ്ങളിലും നമ്മളും തളരാറുണ്ട്, ധർമ്മ സമ്മൂഢരാവാറുണ്ട്. അർജുനനെ ബാധിച്ചിരിക്കുന്ന വിഷാദരോഗം ഏറ്റക്കുറച്ചിലൂടെ ആണെങ്കിലും എല്ലാവരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അളവുകോൽ അയാളുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അയാൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. കരഞ്ഞുകൊണ്ടിരിക്കുന്നവനെ കണ്ടാൽ കാണുന്നവർ കൂടി കരച്ചിൽ വരും. കരച്ചിൽ എന്ന രോഗത്തിനെ മറ്റുള്ളവരിലേക്കും പകർത്തും. ഈ പകർച്ചവ്യാധി നമ്മളിലെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. അർജുനനെ പോലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരെ പല മേഖലകളിലും ഇന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ കൊണ്ട് സമൂഹത്തിൽ ഒരു പ്രയോജനവുമില്ല. ഇവിടെ ദുര്യോധൻ്റെ മനസ്സ് നിറയെ സ്വാർത്ഥതയാണ്, ആഗ്രഹങ്ങളുടെ അഗ്നിയാണ്. അധർമ്മത്തിൻ്റെ പക്ഷമായ ദുര്യോധനൻ പറയുന്നു, എല്ലാവരെയും കൊന്നിട്ടാണെങ്കിലും എനിക്കെല്ലാം സ്വന്തമാക്കണം. അർജുനൻ പറയുന്നു, എല്ലാവരെയും കൊന്നിട്ട് എനിക്കൊന്നും നേടണ്ട. ദുര്യോധനൻ വീണ്ടും പറയുന്നു, 11 അക്ഷോണിപ്പട ഉണ്ടായിട്ടും നമ്മുടെ സൈന്യം പര്യാപ്തമല്ല. ശത്രുപക്ഷത്ത് 7 അക്ഷോണിപ്പടയേ ഉള്ളൂ, എങ്കിലും അത് പര്യാപ്തമാണ്. കാരണം പൂർണ്ണനായ ഒരാൾ അവിടെ സാരഥിയായിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ഈ അപൂർണതാബോധം നമ്മുടെ ഉള്ളിൽ സ്ഥായിയായി ഇരിക്കുന്നു. ഇവിടുത്തെ ചോദ്യം, ഈ പൂർണ്ണ സ്വരൂപനായ ഭഗവാൻ ഉണ്ടായിട്ടും അർജുനന് എങ്ങനെ ദുഃഖമുണ്ടായി? അർജുനൻ്റെ മമതയാണ്, തൻ്റെ കുടുംബക്കാരുള്ള ബന്ധമാണ് തൻ്റെ ദുഃഖത്തിന് കാരണം. ഇവിടെ അർജുനൻ ധർമ്മം എന്തെന്ന് തന്നെ മറന്നുപോയി. ഈ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയല്ലേ? മക്കളോടും ബന്ധുക്കളോടും ഉള്ള ബന്ധം കാരണം അവരെന്തൊക്കെ അധർമ്മം ചെയ്താലും അവരെ ഒന്നും ശിക്ഷിക്കാതെ അതിനെ ന്യായീകരിച്ച് പണ്ഡിതനെ പോലെ സംസാരിക്കുന്നവർ പല രംഗങ്ങളിലും നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇവിടെ അർജുനൻ ചിന്തിക്കുന്നു, തനിക്ക് എന്തു പറ്റി? ശരിയായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനാവാത്ത നിസ്സഹായമായ അവസ്ഥ. അർജുനനുണ്ടായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, എന്നെ ഉദ്ധരിച്ചാലും ഉപദേശിച്ചാലും. ഇവിടെ അർജുനൻ നിരുപാധികമായിട്ട് കീഴടങ്ങി. ഭഗവാനോടുള്ള പൂർണ്ണ സമർപ്പണം വന്നു. ഭഗവാൻ കാത്തിരുന്ന സന്ദർഭമാണിത്. ഒരു മാജിക്കുകാരൻ സ്കൂളിൽ വന്നു. റിബൺ കൊണ്ട് പ്രത്യേക തരത്തിൽ കുറേ കെട്ടുകളിട്ടു. അതഴിക്കുവാൻ കുട്ടികളോട് പറഞ്ഞു. കുട്ടികളെല്ലാം അഴിക്കുവാൻ ശ്രമിക്കും തോറും കൂടുതൽ കെട്ടുകൾ ഇട്ടതല്ലാതെ അത് ആർക്കും അഴിക്കാൻ സാധിച്ചില്ല. എല്ലാവരും പരാജയം സമ്മതിച്ചു. മാജിക്കുകാരൻ റിബൺ വാങ്ങി എവിടെയോ പിടിച്ചു വലിച്ചു. ഒരേ സമയം കെട്ടുകൾ അഴിഞ്ഞു. ഏതോ ഒരു മർമ്മസ്ഥാനത്ത് പിടിച്ചാൽ കെട്ടഴിയും. ഇതുപോലെ സകല പ്രശ്നങ്ങളും ഇല്ലാതാകുന്ന ഒരു മർമ്മസ്ഥാനമുണ്ട്. അവിടെയാണ് ഭഗവാൻ കൈവച്ചത്. അർജുനനെ മോഹമുക്തനാക്കുക, ബദ്ധനാവാതെ ബുദ്ധനാക്കുക, ഇതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. ഭഗവാൻ പറഞ്ഞു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. അർജുന, നീ നിന്റെ മാനസികമായ ദൗർബല്യങ്ങളെ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കുക. അനന്തമായ ശക്തി നിന്റെ ഉള്ളിലുണ്ട്, അതിനെ നീ അറിയുക, നിർഭയനായിരിക്കുക. അർജുനൻ്റെ ഭവരോഗത്തിനുള്ള ചികിത്സ ഇവിടെ നിന്ന് തുടങ്ങി. ഇതാണ് ഭഗവാന്റെ മർമ്മപ്രധാനമായ ഉപദേശം. ഇങ്ങനെ നിർജീവനെ പോലെ ഇരുന്ന അർജുനനിൽ ഭഗവാന്റെ ഉപദേശം പുതിയ ഉണർവുണ്ടാക്കി. ആത്മവിശ്വാസവും വളർന്നു. ഒന്നാം തരം ഇഞ്ചക്ഷൻ കൊടുത്തു. അർജുനന് മമതാബോധം പോയി സമത്വബോധം വന്നു. സ്വാമി വിവേകാനന്ദനും തൻ്റെ പ്രസംഗങ്ങളിൽ എല്ലാം പ്രചരിപ്പിച്ചത് ബി ഫിയർലെസ്, നിർഭയനായിരിക്കൂ എന്ന അഭയമന്ത്രമാണ്. അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്.
അമ്മയുടെ ദർശനം ഒന്ന് വീക്ഷിക്കുക. അമ്മയുടെ ദർശനത്തിന് പൊട്ടിക്കരഞ്ഞു വരുന്നവർ പൊട്ടിച്ചിരിച്ച് തിരികെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അമ്മ അവരുടെ പ്രശ്നങ്ങളെയല്ല മാറ്റുന്നത്, മറിച്ച് ദുഃഖത്തിന് കാരണമായ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. മാശുജ, കരയരുത് മക്കളെ. അമ്മ പകർന്നു തന്ന ആത്മവിശ്വാസത്താൽ ഓരോരുത്തരും പറയുന്നത് ഇതാണ്, എൻ്റെ കൂടെ അമ്മയുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു ദുഃഖിക്കണം. ഇവിടെ ഓരോ ഭക്തൻ്റെയും വിഷാദം യോഗമാകുകയാണ്. കാരണം ഹൃദയം തുറന്നുള്ള ശരണാഗതി തന്നെ. അർജുനൻ്റെ വിഷാദം ഭഗവാന്റെ സാന്നിധ്യത്തിൽ യോഗമായി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏത് വികാരവും ഒരു എനർജിയാണ്. ആ എനർജിയെ അന്ധകാരത്തിലേക്കും കൊണ്ടുപോവാം, ഈശ്വരനിലേക്കും കൊണ്ടുപോവാം. വിഷാദം 2 തരത്തിലുണ്ട്. വിഷാദത്തെപ്പറ്റി ചിന്തിച്ച് അഗാധമായ ദുഃഖത്തിലേക്ക് പോയി വിഷാദ രോഗിയാവാം. മറ്റൊന്ന്, വിഷാദം എന്ന തൻ്റെ നിസ്സഹായ അവസ്ഥയെ ഈശ്വരനിലേക്ക് തിരിച്ച് ആത്മസമർപ്പണമാക്കി മാറ്റാം. അമ്മ പറയുന്നു, മറ്റുള്ള തീരുമാനങ്ങൾ പോലെ സന്തോഷം എൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. എന്തും വരട്ടെ, ഞാൻ സന്തോഷമായിട്ടിരിക്കും. നമ്മളെല്ലാം ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ നിൽക്കുന്നവരാണല്ലോ. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അർപ്പണഭാവത്തോടെ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നു, മാമനുസ്മര യുദ്ധച, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. ഇവിടെ യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവരുടെ കർമ്മമണ്ഡലങ്ങൾ തന്നെയാണ്. ഈശ്വരൻ്റെ കയ്യിൽ ഒരു ഉപകരണമാവണം, പേന പോലെ, ബ്രഷ് പോലെ എന്നമ്മ പറയാറുണ്ടല്ലോ. കൃത്യനിർവഹണം തന്നെ ധർമ്മം. ഇതാണ് ഗീതയുടെ സന്ദേശം. എങ്ങനെയുള്ള കൃത്യനിർവഹണം? മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സമർപ്പണഭാവത്തോടെ കർമ്മം ചെയ്യണം. ഭഗവാനോട് ചേർന്ന് നിന്ന് കർമ്മം ചെയ്യുക. ഭഗവാനിൽ തൻ്റെ ദുഃഖങ്ങളെ സമർപ്പിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ യോഗമാക്കി മാറ്റാം.